ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കോവയ്ക്ക കൊണ്ട് ഒരു എലിശ്ശേരി ഉണ്ടാക്കിയാലോ. ഉച്ചക്കത്തെ ഊണിന് പറ്റിയ നല്ലൊരു കൂട്ടാനാണ് എലിശ്ശേരി. അപ്പോൾ കോവയ്ക്ക കൊണ്ടാണ് ഞാനിന്ന് എലിശ്ശേരി ഉണ്ടാക്കുന്നത്. അത് പരിപ്പിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് പോയി നോക്കാം. വളരെ ഈസിയാണ്, എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു അരമണിക്കൂർ തന്നെ വേണ്ട. കോവയ്ക്ക വേവേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. പരിപ്പ് വേവിച്ച് വെക്കുകയും വേണം. അത്രയും താമസമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കൂട്ടാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് പോയി നോക്കാം. അപ്പോൾ എലിശ്ശേരി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനവും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 8-10 കോവയ്ക്ക ഞാനിങ്ങനെ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് വേവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്, കുറച്ച് മൂത്ത കോവയ്ക്കയാണ്. അപ്പോൾ വേവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് ഇടുള്ളൂ, ഞാൻ മുഴുവൻ ഇടില്ല. പരിപ്പ് വേവിക്കുമ്പോൾ ഞാൻ കുറച്ചധികം വേവിച്ചിട്ട് വേറെ എന്തെങ്കിലും കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെ എപ്പോഴെപ്പോഴും പരിപ്പ് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വേവിക്കുമ്പോൾ 2 ദിവസത്തേക്കൊക്കെ ഒരുമിച്ച് വേവിക്കും. അപ്പോൾ ഇതിൽ ആവശ്യമുള്ള പരിപ്പ് മാത്രമേ ഞാൻ ഇടുകയുള്ളൂ. നമുക്ക് കൂട്ടാൻ ആവശ്യമുള്ള പരിപ്പ്. പിന്നെ ഒരു 1.5 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കരിവേപ്പില, കുറച്ച് വാടിയ കരിവേപ്പിലയാണിത്, പിന്നെ കുറച്ച് ജീരകവും. ഇത് കൂട്ടിയിട്ട് അരക്കുകയും കൂടി വേണം. ഇത് 3 റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എലിശ്ശേരി ഉണ്ടാക്കാം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കോവയ്ക്ക നുറുക്കിയത് ഇട്ട് കൊടുക്കുക. പരിപ്പ് നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കോവയ്ക്ക ഇട്ട് കൊടുക്കുക. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓരോ സ്ഥലത്തുനിന്ന് മേടിക്കുന്ന കോവയ്ക്ക് ഓരോ തരം വേവായിരിക്കും കേട്ടോ. ഓരോ ഇളയതാണെങ്കിൽ വേഗം വേവും, മൂത്തതാണെങ്കിൽ വേവ് കുറവായിരിക്കും. അല്ല പെട്ടെന്ന് വേവും, അല്ല വേവ് താമസം വരും വേവാൻ. അപ്പോൾ വെള്ളം ഒഴിക്കണതൊക്കെ അതിൻ്റെ അനുസരിച്ച് ഒഴിക്കുക. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തു. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് കൊണ്ടുവരാം. നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണം വെന്തോന്നൊക്കെ നോക്കാം. ഞാനിതിന് ആദ്യം ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കഷ്ണത്തിൽ പിടിക്കാനായിട്ട്. ഞാനിത് ഒഴിച്ചു കൂട്ടാൻ പോലെയാട്ടോ ഉണ്ടാക്കണത്. നിങ്ങൾക്ക് സൈഡ് ഡിഷായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കോവയ്ക്കയിൽ വെള്ളം ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് വേവിച്ച് വറ്റിക്കുക. അതിൻ്റെ ശേഷം പരിപ്പിൽ അധികം വെള്ളം ഒഴിക്കാതെ വേവിക്കുക. തേങ്ങ അരയ്ക്കുമ്പോഴും വെള്ളം കുറച്ച് അരയ്ക്കുക. എന്നിട്ട് അതിലെല്ലാം കൂടി ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക് കുറച്ച് കട്ടിയായിട്ടുള്ള കൂട്ടാൻ നിങ്ങൾക്ക് സൈഡ് ഡിഷായിട്ട് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് വെള്ളം കൂട്ടിയെടുത്തിട്ട് ഒഴിച്ചു കൂട്ടാനായിട്ട് ഉണ്ടാക്കണത്. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഇട്ട് കൊടുക്കാം. കോവയ്ക്ക ഒന്നും കൂടെ വേവാനുണ്ട്. നമുക്കൊന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് വെന്തോ നോക്കാം. കോമളവദനത്തിൽ ചന്ദനക്കുറിയുമായി ഹേമന്ത പൗർണമി വിരുന്നു വന്നു. വൃശ്ചികരാത്രിതൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം, പിച്ചകപ്പൂ പന്തലൊരുക്കി. അപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ അതിൽ ആവശ്യമുള്ളത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ.
ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേവിച്ച് വെച്ചത്. എന്നുവെച്ചാൽ എനിക്ക് എടുത്ത് വെക്കാനും കൂടി ഉള്ളതാണല്ലോ. അധികം വെള്ളമായി കഴിഞ്ഞാൽ കേടുവന്നെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം കുറച്ചിട്ടാണ് പരിപ്പ് വേവിച്ച് വെച്ചത്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കോവയ്ക്കയും പരിപ്പും കൂടി ഒന്നിച്ച് വേണമെങ്കിൽ കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. കോവയ്ക്ക നല്ലോണം വേവുന്നേ ഉള്ളൂ, അതിന് പ്രശ്നമൊന്നുമില്ല. എനിക്ക് പരിപ്പ് വേവിച്ച് എടുത്ത് വെക്കാനുള്ളതുകൊണ്ടാണ് പരിപ്പ് മാത്രമായിട്ട് വേവിച്ചത്. നിങ്ങൾക്ക് പരിപ്പും കോവയ്ക്കയും കൂടെ ഒന്നിച്ച് വേവിക്കുകയാണെങ്കിൽ പണി വേഗം കഴിയും. ഇനി ഇതൊന്ന് തിളച്ചോട്ടെ, നമുക്ക് എന്നിട്ട് തേങ്ങ ചേർക്കാം. അപ്പോൾ പരിപ്പും കോവയ്ക്കയും കൂടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി തേങ്ങ ചേർക്കാം. ഞാൻ കുറച്ച് മിക്സി ഒഴിച്ച വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇത്ര ലൂസാക്കിയേക്കണേ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒഴിച്ചുകൂട്ടാൻ ആക്കണോണ്ടാണ് മിക്സിയിൽ നല്ലോണം വെള്ളം ഒഴിച്ച് അരച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ കട്ടിയായിട്ടുള്ള കൂട്ടാനാണ് വേണ്ടത് വെച്ചെങ്കിൽ നിങ്ങൾ വെള്ളം കുറച്ച് അരച്ചിട്ട് കുറച്ച് കട്ടിയായിട്ട് അരച്ചെടുക്കണം. ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വറവും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കൂട്ടാൻ റെഡിയായി. നാടൻ എലിശ്ശേരി. ഇത്രയും തിളച്ചാൽ മതി. മൺചട്ടി ആയതുകൊണ്ട് ഞാൻ ഓഫാക്കുകയാണ്. തേങ്ങ ചേർത്ത വല്ലാണ്ട് തിളച്ചാൽ അത് കട്ടയും വെള്ളമായ മാതിരി ഉണ്ടാവും, പിരിപിരാന്നുണ്ടാവും. ഞാൻ ഓഫാക്കി തീയ്. ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് തന്നെ ഒന്നും കൂടി തിളയ്ക്കും. ഒരു മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് നല്ലൊരു വറവും കൂടി ഇട്ട് കൊടുക്കാം. വറുത്തിടാനുള്ള ചീഞ്ചട്ടി അടുപ്പത്ത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് പാന്. ഇതിന് ഉപ്പ് പാകമാണെന്നൊന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ പാകമാണ്. ഇവിടെ കുറച്ച് ഉപ്പേ മതി, അധികം ഉപ്പിട്ടാൽ ഇവിടെ ശരിയാവില്ല. ഇവിടെ ചെറിയ രീതിയിലേ ഉപ്പ് ആവശ്യമുള്ളൂ. എരിവ് ഉപ്പൊക്കെ പാകമാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്ക് പടവലങ്ങ കൊണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. പടവലങ്ങ പക്ഷേ കുക്കറിൽ വെക്കരുത്, അത് പെട്ടെന്ന് വെന്ത് അലിഞ്ഞു പോവും. കഷ്ണം കാണാനേ ഉണ്ടാവില്ല കൂട്ടാനിൽ. നിങ്ങൾ പടവലങ്ങ ആവുമ്പോൾ വേറെ തന്നെ വേവിച്ചിട്ട് പരിപ്പ് ചേർത്താൽ മതി. പരിപ്പിൻ്റെ കൂടിയിട്ട് വേവിക്കണ്ട. ഇനി നമുക്ക് വറവിൻ്റെ കാര്യം നോക്കാം. ഈ പാൻ ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക്, കുറച്ച് ഉഴുന്നുപരിപ്പ്, 2-3 വറ്റൽമുളക്, കുറച്ച് കരിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ നല്ലൊരു എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്ക കൊണ്ടുള്ള എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയല്ലോ അല്ലേ. പരിപ്പിട്ടിട്ട് കോവയ്ക്ക വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരണ വരെ ബൈ.